പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 24 വേഴ്സ് 21. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. അടുത്ത വാക്ക്. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ 1/2 ശേക്കെൽ തൂക്കമുള്ള ഒരു പൊന്മുക്കൂത്തിയും അവളുടെ കൈക്കിടുവാൻ 10 ശേക്കെൽ തൂക്കമുള്ള 2 പൊൻവളയും എടുത്തവളോട്, നീ ആരുടെ മകൾ? പറക, നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, നാഹോറിന് മിൽക്ക പ്രസവിച്ച മകനായ ബെഥൂവേലിന്റെ മകളാകുന്നു ഞാനെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട്, രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്നും അവൾ പറഞ്ഞു. ശരി, നിങ്ങൾ ആ വാക്യം കേട്ട് കാണും. ഈ വാക്യം നിങ്ങൾ ആദ്യമായി കേട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ വാക്യത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചു. നമ്മളിതേ വാക്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. നമ്മളുടെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: സകലത്തിനും സഫലത വരുത്തുന്ന ദൈവം. എന്ന് വെച്ചാൽ ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ യാത്രകൾ സഫലമാകും. ഉറച്ചൊരാമീൻ പറഞ്ഞോ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ യാത്രകൾ സഫലമാകും. നിങ്ങളുടെ തലമുറയുടെ യാത്രകൾ സഫലമാകും. ഇന്നലെ വരെ സഫലമാക്കാത്ത സകല ആധിപത്യങ്ങളും ആരാധനയിൽ ദൈവം ഉടച്ചു കളഞ്ഞ് നിങ്ങൾക്ക് സഫലത തരാൻ പോകുകയാ. നിന്റെ വീടിനകത്തൊരു സഫലത വെളിപ്പെടാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്ക് ഒരു സഫലത വെളിപ്പെടാൻ പോകുകയാ. അകത്ത് ഉറപ്പുള്ള ദൈവമക്കൾ ആത്മാവിൽ നന്ദി പറഞ്ഞു. നിന്നെയും നിന്റെ കുടുംബത്തെയും യാത്രകൾ സഫലമാക്കാത്ത, യാത്രകൾ നേരെയാക്കാത്ത ദുഷ്ടവ്യാപാരത്തിന്റെ കെട്ടുകൾ എന്റെ ദൈവം പൊട്ടിച്ചു കളയുന്ന രാത്രിയാണ്. നിനക്ക് എതിരെ നിൽക്കുന്ന സകല തന്ത്രങ്ങളെയും എന്റെ ദൈവം ഉടച്ചു കളയുമെന്ന് അകത്തുറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്തു. ആത്മാവനോട് പറയുക, ചില വിഷയത്തിനകത്ത് സഫലത വെളിപ്പെടുകയാ. ഇനി സഫലമാകത്തില്ല, ഇനി രക്ഷപ്പെടത്തില്ല, ഇനിയും നിന്റെ കുടുംബം മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുന്ന ശത്രുവിന്റെ മുൻപിൽ ദൈവം നിന്നെ സഫലമാക്കുക. ശബ്ദവും കരവും ഉയർത്തി ആമീൻ പറഞ്ഞു. കർത്താവിനോട് പറയുക, ഇവിടെ ആരാധന നടക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറാൻ പോകുകയാ. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോകുകയാ. നിനക്കെതിരെ പിശാച് എടുത്തിട്ട സകല മുഖങ്ങളും ഉടഞ്ഞു മാറുക. ഞാൻ കാണുന്ന വെളിപ്പാടെന്നറിയാമോ? ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് സഫലതയില്ലാത്ത ചില വാതിലുകൾ സഫലമാകും. ഉറപ്പുള്ളവർ ആമീൻ പറഞ്ഞു. നീ കേറി ഇറങ്ങിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നടക്കാൻ പോകുകയാ. ദൈവം നിനക്ക് വേണ്ടി നടക്കാൻ പോകുകയാ. അഭിഷക്ത ദൈവം നിനക്ക് വേണ്ടി നടന്നാൽ ഇതുവരെ സഫലമാകാത്ത സകല വാതിലും സഫലമാകാൻ പോകുകയാ. ഇതുവരെ നടക്കത്തില്ല എന്ന് വിചാരിച്ചത്, ഇതുവരെ സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ചത് സഫലമാക്കാൻ ഈ രാവിലെ സഫലമാക്കാൻ, ഈ രാവിലെ സഫലമാക്കാൻ. ചരിത്രം പഠിക്കുന്ന, ചരിത്രത്തെ കൃത്യമായി പഠിച്ച് അവലോകനം ചെയ്യുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് മെസോപ്പൊത്താമിയയും ഹാരാനുമൊന്നും പഠിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ 2 സ്ഥലങ്ങളും ചരിത്രത്തിൻ്റെ ഒത്ത മധ്യത്തിൽ ചക്രം കണ്ടുപിടിച്ച സ്ഥലവും, ആദ്യമായി വാഹനമോടിച്ച സ്ഥലവും, ആദ്യമായി ഹാരപ്പയും സിന്ധു നദിയുടെ സംസ്കാരവുമൊക്കെ എഴുന്നേറ്റു വരുന്നതിന് മുൻപ് പുരാതന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്ന ഒരു മനുഷ്യനെ തമ്പുരാൻ വിളിച്ചെടുത്ത് പറഞ്ഞു, തേജോമയനായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു സ്ഥലം കാണിച്ചു തരും, എൻ്റെ പുറകിൽ യാത്ര ചെയ്തോ. യേശുവിൻ്റെ പുറകിൽ യാത്ര ചെയ്ത നിനക്ക് ഇന്ന് വരെ എന്തൊക്കെയോ തടസ്സമാണെങ്കിൽ പേടിക്കണ്ട, ഈ തടസ്സങ്ങളൊക്കെ മാറാൻ പോകുകയാ. നിന്റെ മുൻപിൽ ദൈവമുണ്ട് മക്കളെ. കർത്താവുള്ളവന്റെ പ്രത്യേകത, അവന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ എൻ്റെ ദൈവം ഇന്ന് ഉടച്ചു കളയും.
കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറയാമോ? അങ്ങനെ വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചു. എവിടെ പോകുകയാണെന്നറിയാമോ? കൃത്യമായി സ്ഥലമറിയില്ല. അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുക. അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന അളവിൽ ആളുകൾ ചോദിച്ചു, വിഗ്രഹങ്ങളെ വിട്ടുണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുക. ഒരു ദൂത് കേട്ടോ, കൈ നിറച്ച് കാണിക്കാൻ, ആളുകളെ കാണിച്ചു കൊടുക്കാൻ ദൈവം നിന്റെ കൈ ചില തരും. ദൈവം നിന്റെ കുടുംബത്തെ ചില തരും. ഒരാളെ നോക്കിയിട്ട് പറഞ്ഞ, ദൈവം എനിക്ക് ചില തരുമെന്ന് പറ. ചിരിച്ചോണ്ട്, ദൈവം എനിക്ക് ചില തരുമെന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞ്, ദൈവം കൈ ഒന്നും കൊടുത്തില്ല സാറില്ല, ഒന്ന് ചുമ്മാ പറഞ്ഞാൽ മതി. എത്ര വയസ്സുണ്ട്? ഏകദേശം 100 വയസ്സുണ്ട്. അതെന്നായി? ഏകദേശം 100 വയസ്സ് എന്ന് വെച്ചാ 100 തികഞ്ഞിട്ടില്ല, 99 നടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മിണ്ടുന്നില്ല. ഏകദേശം 100 വയസ്സ്. ജരാനരകളൊക്കെ ബാധിച്ചു. അപ്പച്ചന് പിള്ളാരില്ല, സാധ്യതയില്ല. പേടിക്കണ്ട, അത്ഭുതം വരും. അത്ഭുതം വരും. അത്ഭുതം വരും. നിന്നെ അനുധാവനം ചെയ്ത അത്ഭുതം വരും. നിന്റെ വീട്ടിൽ അത്ഭുതം വരും. നിന്നോട് ആളുകൾ പറഞ്ഞു നീ കരച്ചിലാണെന്ന്. നിന്നെ നോക്കി ദൂത് പറയുക, നീ കരച്ചില്ല, നീ ചിരിയായി മാറാൻ പോകുക. നീ വിലാപമല്ല, നൃത്തമായി മാറാൻ പോകുക. നീ രട്ടല്ല, നീ നൃത്തമായി മാറാൻ പോകുക. ഈ എഴുന്നേറ്റു നിന്ന് ആരാധിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. വോളന്റിയേഴ്സ് ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചോ. ഇത് ജയത്തിന്റെ രാവിലെയായി മാറുക. കർത്താവിനോട് പറയുക, ചില വിലാപങ്ങളെ ദൈവം നൃത്തമാക്കി മാറ്റുക. കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. സമയമില്ലാത്തോണ്ട് ഒത്തിരി പറയണം കേട്ടോ. കുറേ പറയാനുണ്ട്, ഒത്തിരി പറയാനുണ്ട് മക്കളെ. കാര്യങ്ങളൊക്കെ മാറും. ഇവിടെ 2 കുഞ്ഞുങ്ങൾ വന്ന് കാത്തിരിക്കുക. അമ്മയ്ക്ക് ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജാ. ഡോക്ടർമാര് 4ാമത്തെ സ്റ്റേജാന്നാ പറഞ്ഞേ. അമ്മയെ വീട്ടിലിട്ടിട്ടാ ഇവിടെ വന്നേ. യേശു എന്നോട് പറയുക, നിന്റെ അമ്മയുടെ ശരീരത്തെ സ്പ്രെഡായ ക്യാൻസറൊക്കെ മാറിപ്പോകാൻ തുടങ്ങുക. യേശുവേ എന്ന് വിളിച്ച് ആധരം തുറന്ന് വന്ന് ചലിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ കരവടിച്ചു ദൈവത്തിന് ആമേൻ പറഞ്ഞ്. അപ്പച്ചന് പിള്ളാരില്ല, പോരാ, സാധ്യതയില്ല. എന്നാ? പിള്ളാരുമില്ല, സാധ്യതയില്ല. ഒന്ന് പറഞ്ഞേ, പിള്ളാരുമില്ല, സാധ്യതയില്ല. ഒന്നുകൂടെ, പിള്ളാരുമില്ല, സാധ്യതയില്ല, പക്ഷെ അത്ഭുതം നടക്കും. അങ്ങനെ ഇരിക്കുമ്പോ സാറയ്ക്കൊരു ഓക്കാനം. അബ്രഹാം വിചാരിച്ച് ഇന്നലെ കഴിച്ച വടയുടെ പ്രശ്നമാണ്. വടയുടെ പ്രശ്നമല്ല, വാഗ്ദത്ത നിവർത്തിയ. ഇത് വടയല്ല, വാഗ്ദത്ത നിവർത്തിയാന്ന്. വാഗ്ദത്തം നിവർത്തിക്കാൻ പോകുക. ദൈവം വാഗ്ദത്തങ്ങളെ വിശ്വസ്തൻ. ശരിക്കും ആമേൻ പറഞ്ഞോ? ഞാൻ എൻ്റെ കാതിലൊരു ശബ്ദം കേൾക്കുക. ചിലർക്കു വേണ്ടി ദൈവം നിയമങ്ങളെ മാറ്റും. ചില നിയമങ്ങൾ ഇന്ന് രാവിലെ ചില ആളുകൾക്ക് വേണ്ടി മാറുമെന്ന് യേശു എന്നോട് പറയുക. ചില കുടുംബങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി നിയമങ്ങൾ മാറാൻ പോവുക. നിന്റെ കുടുംബത്തിന് വേണ്ടി നിയമങ്ങൾ മാറാൻ പോവുക. അങ്ങനെ 100ാമത്തെ വയസ്സിൽ ഒരു വീട്ടിൽ ചിരി ഉണ്ടായി. പേരിട്ടു ഇസഹാക്ക്. ഇസഹാക്ക് വളർന്നു. 24ാമത്തെ അധ്യായമായപ്പോൾ അബ്രഹാം വയസ്സ് ചെന്നവനായി മാറി. 1ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. അബ്രഹാം വയസ്സ് ചെന്നവനായി, വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. മോളെ വായിച്ചോ, 24ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. ഇന്ന് രാവിലെ ദൂത് കേട്ടോ, ദൈവം നിന്നെ സകലത്തിലും അനുഗ്രഹിക്കും. നിങ്ങൾ കൈപൊക്കി ഒരു ആമീൻ പറഞ്ഞില്ല. ദൈവം നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കും.
ചായ ആണോ സായാണോ? സായ. നമ്മൾ പറഞ്ഞ ശകലത്തിലല്ല, സകലത്തിലും. എന്നോട് ആമയും പറഞ്ഞില്ല. നിങ്ങളുടെ ബൈബിളിലുണ്ടോ അങ്ങനെ? നോക്കിയുണ്ടോ? അങ്ങനെ ആണോ? അച്ഛ സകലത്തിലും അനുഗ്രഹിക്കും. ആരോഗ്യത്തിൽ അനുഗ്രഹിക്കും, സാമ്പത്തികത്തിൽ അനുഗ്രഹിക്കും, പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കും, അഭിഷേകത്തിൽ അനുഗ്രഹിക്കും, സകലത്തിലും അനുഗ്രഹിക്കും. ആമയും മറന്നില്ല. സകലത്തിലും അനുഗ്രഹിക്കും. എങ്ങനാ? ഒന്നൂടെ. സകലത്തിലും. നിങ്ങൾ മിണ്ടിയില്ല. എന്താ? സകലത്തിലും. ഒന്നുകൂടെ പറഞ്ഞേ. ദൈവം നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കും. ഇവിടെ ആരാധിക്കുന്ന സകല ദൈവത്തിന്റെ മക്കളെയും സകലത്തിലും ദൈവം അനുഗ്രഹിക്കും. ഒന്ന് കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്ത് സകലത്തിലും അനുഗ്രഹിക്കും. സകലത്തിലും ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം സകലത്തിലും അനുഗ്രഹിക്കും. അടുത്ത വാക്ക്. തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെ വിചാരകനുമായി ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എന്റെ തൊടയൻ കീഴിൽ വെക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന്. എന്നെ നോക്ക്. കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്. കല്യാണം കഴിക്കാത്ത പിള്ളേരല്ല എൻ്റെ മുഖത്ത് നോക്കണം. കല്യാണം കഴിച്ചവരും നോക്കണം. നിങ്ങളുടെ കാര്യം പറയാൻ പോവാ. പിള്ളേർക്ക് ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്നാലും ബൈബിളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നോട് യോജിക്കുന്നവർ കാണും, യോജിക്കാത്തവർ കാണും. ഞാൻ ഈ പറയുന്നത് ബൈബിളിൻ്റെ ഉപദേശമാണ്. ബൈബിളിൻ്റെ. മാനുഷികമായിട്ട് നിങ്ങൾ എന്തും വിചാരിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം, വിവാഹത്തിന് ഒരുങ്ങുന്നതിന് മുൻപ് ദൈവത്തിന് ഇഷ്ടമാണെന്ന് ചോദിക്കണം. പിന്നെ മാതാപിതാക്കൾക്ക് യോജിക്കണം. രാമീൻ പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മൾ താടിയുള്ളൊരു പുള്ളിയെ കണ്ട് താടി ഇഷ്ടം. കുഞ്ഞെ, താടിയല്ല ജീവിതം. രാമീൻ പറഞ്ഞില്ല. എന്നാ? താടിയല്ല ജീവിതം. അമ്മയോ അപ്പനോ ഒക്കെ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. മക്കളെ ഇങ്ങനെ ജീവിക്കണം, പ്രാർത്ഥനയോടെ ജീവിക്കണം, ഇഷ്ടമുള്ളതുപോലെ പോകാൻ പാടില്ല, ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കണം എന്ന് തുടങ്ങി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ മക്കൾക്ക്. അങ്ങനെ എലയാസർ എന്ന് പറയുന്ന മനുഷ്യൻ അബ്രഹാമിന്റെ തുടയുടെ കീഴിൽ കൈവച്ച് സത്യം ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഒട്ടകങ്ങളുമായി പുറപ്പെട്ടു. ഒരുമിച്ച് ഒട്ടകങ്ങളുമായി പുറപ്പെട്ട് മുന്നോട്ട് വരുന്ന മനുഷ്യൻ ഒരു കിണറിൻ്റെ അടുക്കൽ വന്ന, കിണറിനെ കുറിച്ച് പിന്നീട് പറയും. നമ്മുടെ സുക്കാർ എന്ന കിണറിൻ്റെ അരികിൽ യേശു ഒരിക്കൽ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതായത് ആ പട്ടണവും ഈ പട്ടണവും തമ്മിൽ ഏകദേശം ഒരു ദിവസത്തെ വഴിദൂരം മാത്രം യാത്ര ചെയ്താൽ മതി. അതിനകത്തൂടെ കയറി ഇറങ്ങിപ്പോരാം. പക്ഷേ ശമര്യരും യഹൂദരും തമ്മിൽ ഒരു സമ്പർക്കവുമില്ല. ദൂത് കേട്ടോ, കർത്താവിൻ്റെ പ്രത്യേകത സമ്പർക്കമില്ലാത്ത സ്ഥലത്ത് സമ്പർക്കമുണ്ടാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവം ചെയ്തത് എന്നാന്നറിയാമോ? തമ്പുരാൻ ആ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് പട്ടണത്തിൻ്റെ വാതിക്കൽ, അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വരികയില്ല. നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഗഹനമായി ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാകും. അത് ഞാൻ തൊട്ടു പുറകെ നിങ്ങളെ പറയും. അങ്ങനെ ഈ കിണറിൻ്റെ വാതിക്കൽ വന്ന് ഈ മനുഷ്യനിരിക്കുക. അവിടെ വന്നിരുന്നൊരൊറ്റ പ്രാർത്ഥനയാ. എന്നാ പ്രാർത്ഥന? എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, ഞാൻ ഈ കിണറിൻ്റെ അരികിലിരിക്കുക, എൻ്റെ യാത്ര സഫലമാക്കണം. നിന്റെ ചില യാത്രകൾ സഫലമാകും. ചില എംബസിയോട് ബന്ധപ്പെട്ട ചില യാത്രകൾ സഫലമാകും. അത് വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്തോ. ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ ദൈവം കാര്യങ്ങളെ തിരിച്ചുവിടാൻ പോകുകയാ. വെളിപ്പാടിൽ കാണുക, ചില കാര്യങ്ങളെ ദൈവം തിരിച്ചുവിടാൻ തുടങ്ങുക. ചിലതിനെ ദൈവം സഫലമാക്കാൻ പോകുകയാ. അവിടെ ഇരുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ യാത്ര സഫലമാക്കണം. ഒരു ചോദ്യം, ഒന്ന് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ല, എന്നായും? ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടിയില്ല, എന്നായും? എന്ത്
രണ്ടാമതും പ്രാർത്ഥിക്കും. എന്നിട്ട് കിട്ടിയില്ലെങ്കിലോ കിട്ടുന്നവരെ പ്രാർത്ഥിക്കും. നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ? കണ്ട ഒരു മനുഷ്യന് കാണിക്കട്ടെ. ഏലിയാവെന്ന പേര്, കർമ്മേലിന്റെ കൊടുമുടിയിൽ മുഴങ്കാലിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ബാല്യക്കാരനോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്കിയേ, യോർദാന്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കിയേ, അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയേ. അവൻ പ്രാർത്ഥിച്ച് മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഒന്നും കാണുന്നില്ല. ഒന്നും നോക്കിയേ, ഒന്നും കാണുന്നില്ല. ഒന്നും. പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുക, ആളുകൾ കാണുന്നില്ലെന്ന് പറയുന്ന വിഷയത്തിൽ ഒരു മറുപടി കാണാൻ പോവാ. കർമ്മേലിന്റെ കൊടുമുടിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പരസ്യമായി മറുപടി തരുന്ന ദൈവമുണ്ട്. രഹസ്യമായി മുഴങ്കാലം അടക്കുന്നവർക്ക് വേണ്ടി പരസ്യ സ്ഥലത്തും മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഇതിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. അകത്ത് ഉറപ്പുള്ള ദൈവമക്കള് കർത്താവിന് സ്തോത്രം ചെയ്ത് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവർക്ക് പരസ്യമായി മറുപടി തരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പരസ്യമായി ദൈവം മറുപടി തരും. ഒന്നുകൂടെ, രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം പരസ്യമായി മറുപടി തരും. ഏലിയാവ് ബാല്യക്കാരനോട് പറഞ്ഞേ, ഒന്നാം പ്രാവശ്യം പോയിട്ട് വന്നപ്പോ ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ്. ഒരു മിനിറ്റ്, ആഹാബിനോട് തന്നെ ഏലിയാവ് പറഞ്ഞേ. ആഹാബ് ഏലിയാവിനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, രഥം പൂട്ടി കയറി പൊക്കോ, ഒരു വലിയ മഴയുടെ മുഴക്കം വരുന്നുണ്ട്. മഴയുണ്ടോ? ഒന്നുമില്ല. ഒരു ദൂത് കേട്ടെ, ഒന്നുമില്ലേലും അത്ഭുതം പറയണം. നീ പറയുന്നേ നടക്കത്തുള്ളൂ. നിങ്ങൾ ആമീൻ പറഞ്ഞില്ല. നീ പറയുന്നേ നടക്കത്തുള്ളൂ. നിന്റെ വാ കൊണ്ട് പറയുന്നേ നടക്കത്തുള്ളൂ. നിന്റെ ആധാരം കൊണ്ട് പറയുന്ന നടക്കാം. നീ പറയുന്ന ചില സംഭവിക്കാം. തിസ്ബയിൽ നിന്ന് ഉള്ള തിസ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറി വന്ന് ശക്തിയോടെ അധരം തുറന്ന് പറയുന്ന അഭിഷക്തൻ കയറി വന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങിപ്പോയി. ആകാശവും ഭൂമിയും പൂട്ടി താക്കോലുമായിട്ട് ഇറങ്ങിപ്പോയി. പത്രോസിനോട് ദൈവം പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. രാമീൻ പറഞ്ഞില്ല. ആരാധിക്കുന്നവന്റെ കയ്യിൽ അധികാരമുണ്ട്. ആരാധിക്കുന്നവന്റെ കുടുംബത്തിൽ അധികാരമുണ്ട്. നീ ചിലതിനെ നോക്കി പറഞ്ഞാൽ അത് സംഭവിക്കും. നിന്റെ കുടുംബം പറഞ്ഞാൽ സംഭവിക്കും. അഭിഷേകമുള്ളവൻ പറഞ്ഞാൽ സംഭവിക്കും.